പത്രത്തിന് അതിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം പാർട്ടി എപ്പോഴും നൽകിയിട്ടുണ്ട്. പത്രത്തിൻ്റെ മേലെ പാർട്ടി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് എഴുതാനും പാടില്ല. അങ്ങനെ എഴുതിയാൽ തിരുത്തേണ്ട സ്ഥലത്ത് പാർട്ടി തിരുത്തും. ഇവിടെ പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞത് CPM-നെയും LDF-നെയും ഉദ്ദേശിച്ചാണ്. കാരണം മുകേഷിനെ പോലെ ഒരു MLA ചാർജ് ഷീറ്റ് കൊടുത്തിട്ട് പോലും MLA സ്ഥാനം രാജിവെക്കാതിരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വന്നപ്പോൾ മാത്രം ധാർമ്മികതയും പറയുന്നതിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാണ് ആ പത്രം മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാനൊന്നും പാർട്ടിയോ പാർട്ടി പത്രമോ തയ്യാറല്ല. അതായത് പാവം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്, പാർട്ടിയുടെ നയം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾ അന്നേനെ പുറത്താക്കി, ആ ചാപ്റ്റർ ഞങ്ങൾ അന്നേ ക്ലോസ് ചെയ്തു. പക്ഷേ അതിൻ്റെ പേരിൽ ഇപ്പോഴും ഞങ്ങൾ ഉപദേശിക്കാൻ വരുന്നവർ അവരുടെ ജനപ്രതിനിധികളെയാണ് ആദ്യം മാതൃക കാണിക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം കോൺഗ്രസിൻ്റെ മുഖത്തിനെ കുറിച്ചൊക്കെ പരാമർശിച്ചു. സ്വർണം കട്ടയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും പങ്കുണ്ട്. ആ കട്ട അന്നത്തെ അംഗങ്ങളെ പുറത്താക്കാത്ത പാർട്ടി നേതാവ് ഞങ്ങളുടെ മുഖത്തിൻ്റെ രൂപത്തിനെക്കുറിച്ച് കമൻ്റ് അടിക്കാൻ വരണ്ട. സ്വർണ്ണക്കൊള്ള മറച്ചു വയ്ക്കാൻ വേണ്ടി രാഹുൽ വിഷയം ഉയർത്തി കാണിച്ചാൽ അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കാൻ കോൺഗ്രസും UDF-ഉം രംഗത്തുണ്ടാകും. ഇതിൻ്റെ പേരിൽ UDF-നെ ഇലക്ഷനിൽ പരാജയപ്പെടുത്താമെന്ന് മാർക്സിസ്റ്റ് പാർട്ടി കരുതണ്ട. അക്കാര്യത്തിൽ പാർട്ടി എടുത്ത നിലപാടിൽ പാർട്ടി ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിൽ ഒരു മാറ്റം വരുത്തേണ്ട സാഹചര്യം ഇപ്പോഴില്ല. നിരപരാധിത്വം രാഹുൽ തെളിയിക്കുന്നത് വരെ അദ്ദേഹത്തിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കില്ല. സ്ത്രീകളുടെ മാനം മുകേഷ് ചെയ്ത പ്രവൃത്തിയുടെ സ്ത്രീക്ക് മാനമുണ്ട്. എല്ലാ സ്ത്രീകൾക്കും മാനവും മര്യാദയുണ്ട്. അത് അവർക്ക് ചെയ്യാൻ അവരുടെ അതിനെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിനെയൊന്നും പാർട്ടി ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചാൽ ഞങ്ങൾ പ്രതിരോധിക്കും.